എന്നെ എന്നും ഉപദേശിച്ചു നടത്തുന്നോനെ, ദൃഷ്ടി വെച്ചു ആലോചന നൽകുന്നവനെ, പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ ദയ ചുറ്റിക്കൊള്ളുമേ. പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ കൃപ ചുറ്റിക്കൊള്ളുമേ. ആ സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. പാപങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ, ശാപങ്ങളെ നീക്കി ശുദ്ധമാക്കിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിന്നാവിയാൽ എന്നെ താങ്ങിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിന്നാവിയാൽ എന്നെ താങ്ങിയല്ലോ. ആ സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതുവാനവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങയിൽ ഉറങ്ങയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മോടുകൂടെ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ഹല്ലേലൂയ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ അദൃശ്യമാർന്ന കരവലയത്തിനുള്ളിൽ അടിയനെ ചേർത്ത് വയ്ക്കണമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും അങ്ങയുടെ കരങ്ങളിലോട്ടൊന്ന് സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യം അറിയാവുന്ന അപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ. ഉള്ളതുപോലെ കാണുന്ന ദൈവമേ, ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും അറിയാവുന്ന അപ്പച്ച, ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നൊരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിൽക്കുന്നൊരു ദൈവമുള്ളതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, ഞങ്ങളെ ആ വഴികളിൽ നടത്തുന്ന ദൈവം, ജീവിക്കുന്നവർക്ക് സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ഓർക്കാതെ വേണം എൻ്റെ കർത്താവ് ഞങ്ങളെ മാനിച്ച് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. വീണ്ടും പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവ്, നമ്മൾ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ദാനം തന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ, അവരുടെ ഭാവിയുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ, ജോലി ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ അനാഥരെ, ഞങ്ങളുടെ വിധവകളെ, രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും നിയന്ത്രിച്ച് നടത്തുമാറാകണം. അവിടുത്തെ കൃപയിലും സമാധാനത്തിലും നടത്തുമാറാകണം. ആ സന്തോഷവും സമൃദ്ധിയും ഞങ്ങൾ തന്ന് മാനിക്കുമാറാകണം. എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിലുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. സ്വർഗ സിംഹാസനം, ആ ഭൂമി പാദപീഠം അപ്പൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു നിന്നിട്ടുള്ള ഒരു മക്കൾ പോലും ലജ്ജിച്ചു വന്നിയോടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ എല്ലാ ആവലാതിയും പരാതിയും കൈക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിത്തരണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷകളിൽ കൂടെ ഇരിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് ഉത്തരവാദിത്വത്തിൽ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവ്. മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. OET IELTS ജർമ്മനും പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾ, ജോലി ചെയ്യുന്ന മക്കൾ, എൻ്റെ കർത്താവ് എല്ലാവരെയും സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു. മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. മെഡിക്കലിനായി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവ്. റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവസ്ഥകൾ അറിഞ്ഞ് ആവശ്യം പറഞ്ഞ് ആഗ്രഹം പറഞ്ഞ് സ്വർഗം കരുതും. നിശ്ചയമായും ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വന്ന് ഒരു മക്കളെ ലജ്ജിച്ച് മനസ്സ് സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയം കർത്താവേ. അത് കണ്ണാലെ കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണം. അവരുടെ ജീവിതത്തോട് അത്ഭുതം ചെയ്യുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു തമ്പുരാനെ. ഈ സമയം കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രപ്പാ. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്ത മക്കളെ അനുഗ്രഹിക്കണേ. സമാധാനത്തിലും സൗഖ്യത്തിലും അവരെ സൂക്ഷിക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. ജോലിയില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗമൊരുക്കുന്ന നല്ല ഉപജീവനമാർഗത്തിനായി സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് ലജ്ജിച്ച് നിൽപ്പാൻ അനുവദിക്കരുത്. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ അനുവദിക്കരുത്. തമ്പുരാനെ നിൻ്റെ കരമൊന്ന് നീട്ടിയാൽ മതി കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നീ ഞങ്ങളെ കാണുന്ന ദൈവമാ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. പൊന്നുകരം നീട്ടി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന് കഴിയാത്തതിൻ്റെ അപ്പച്ചന് കഴിയും. മനുഷ്യരൊക്കെ മാറി നിൽക്കും കർത്താവേ. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് അടുത്ത് വരുന്ന ദൈവമാ. ഞങ്ങളെ സഹായിക്കും, വഴികളെ തുറക്കും, മാനിക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. അതുപോലെ വിവാഹപ്രായമായ മക്കളെ അനുഗ്രഹിക്കണം. തക്ക തുണിയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. സ്വർഗം സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. അവരുടെ നിന്നെ ഉരുട്ടി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസത്തികയോളം കൂടെ ഇരിക്കണേപ്പാ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കണേപ്പാ. കുഞ്ഞുങ്ങൾ പലവിധത്തിലുള്ള പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി അവർ കടന്നു പോകുന്നു. സ്വർഗത്തിലെ ദൈവങ്ങളുടെ ക്ഷീണം ഭാരമെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. സമയം ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പ നിൻ്റെ കരം ഒന്ന് വയ്ക്കണമേ. എൻ്റെ അപ്പ നിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കണമേ. അവരുടെ പൂർണ്ണമായും ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഭവനം പണിയുന്ന മക്കളെയും അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം കൊടുക്കണം. അതിൻ്റെ ആവശ്യത്തിന് നടുവിൽ സ്വർഗം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ഹല്ലേലൂയ കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കാൻ എൻ്റെ അപ്പന് കഴിയും. അവിടുത്തെ കലവറയിൽ ഒന്നിനും കുറവില്ല. ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തിൻ്റെ അപ്പൻ്റെ പക്കല. വാരിവിതറിദാനം ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ യുവതീവാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അരുതാത്തതിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ല. ദൈവകൃപയിൽ ഓരോ മക്കളും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കണം. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് അന്യദേശത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ യഹോവ ഭക്തിയിൽ അവരായിരിക്കാൻ ഇടയാക്കുമാറാകണം. അരുതാത്തതിലൊന്നും അകപ്പെടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, നീ അവരെ പൂർണ്ണമായും വിട്ടുപിക്കണമേ. മദ്യം അവർക്ക് അലർജിയായി മാറട്ടെ, ഉദരത്തിൽ വേദനയായി മാറട്ടെ. എൻ്റെ സ്വർഗ്ഗം അവരെ സഹായിച്ച് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തിരുമുൻപാകെ സമർപ്പിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആമേൻ. ആരുടെയും മുമ്പിൽ തലകുനിപ്പാൻ കൈനീട്ടുവാൻ അനുവദിക്കാതെ വേണ്ടുന്നത് കൊടുത്ത് ഓരോ മക്കളെയും പോഷിപ്പിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് നിറയ്ക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടും മുൻപോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെട്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2025 നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണം. അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ ബിസിനസ് നടക്കണം. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട്. പടിയന് തമ്മിലൊന്നും അറിയത്തില്ലെങ്കിൽ സ്വർഗ്ഗം വരെ അറിയുന്നു, സ്വർഗ്ഗം വരെ കാണുന്നു. ഈ ദൈവം വലിയ വെച്ചതെന്ന് കേൾപ്പാൻ്റെ കൊണ്ട് സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഉപജനമാർഗത്തെയും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് ചട്ടപ്പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ബലം നേറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട്. സ്വർഗം അവരുടെ വേദനകളെ എടുത്തു മാറ്റി അവർക്ക് സമാധാനം നൽകി സന്തോഷത്തോടെ വസിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്. എൻ്റെ കർത്താവ്, ഈ പുതുവർഷക്കാലം പുതിയ നന്മയും അനുഗ്രഹവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഓരോ മക്കൾക്കും കൊടുത്ത് നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന ദൈവമേ, തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ കർത്താവ്. കുഞ്ഞുങ്ങളെ വളർത്തിത്തരണേ അപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കൾക്കും ആശ്വാസം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണം. ഓരോ ജീവിതമാർഗ്ഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. സമാധാനത്തോടെ നടക്കണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതി പറിച്ചാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഓരോ മക്കളെയും സ്വർഗം സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം യാത്ര പോകുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണമേ. നിശ്ചിത സ്ഥാനത്തെത്തോളം കൃപയിൽ മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളായിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തയ്യാറെടുക്കുന്ന ജീവിതങ്ങളിൽ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. വീൽചെയറിലും കിടക്കുകളിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവ്. കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ടപ്പാ. നടക്കുവാൻ കഴിയാത്തവരുണ്ട്. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവേ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതിവേദനകളിൽ കൂടി നീർക്കെട്ടുകളിൽ കൂടി കടന്നു പോകുന്നവർ അപ്പാ, നീ ഇവരെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, സ്തോത്രം. പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ വേദനയാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, അപ്പാ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 അപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. കാഴ്ചയില്ലാത്തവർക്ക് എൻ്റെ അപ്പൻ കാഴ്ചയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം അപ്പാ. സ്തോത്രം കർത്താവേ. ഹാലിൽ മുറുക്കിയ മുറുകെട്ടും ചെയ്യുന്ന ദൈവം, തൃക്കൈ കൊണ്ട് പൊറിപ്പിക്കുന്ന ദൈവമാകിയാൽ ഉണങ്ങാത്ത വ്രണങ്ങളുമായിട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നീ ഇവരുടെ മുറിവുകളെ ഉണക്കണമേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആണിപ്പഴുതുള്ള കരം വയ്ക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. തൈറോയ്ഡ് ഉള്ളവരുണ്ട്, ആസ്മയുള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട്. ദൈവമായ കർത്താവേ, ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. പനിയാൽ ചുമയാലെ ശ്വാസതടസ്സത്താൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓർമ്മയില്ലാത്തവരുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. നാഥാ സഹായിക്കണമേ, സഹായിക്കണമേ നടിയൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആണിപ്പഴുതുള്ള കാര്യം ഓരോ മക്കളെയും തൊടുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ രോഗികളെയും എല്ലാ രോഗത്തെയും അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വരും കർത്താവേ. ആമേൻ. സൗഖ്യം കാത്ത് കിടക്കുന്ന തൻ്റെ മക്കളുടെ മേല ആ സൗഖ്യം ഒഴുകി ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കട്ടെ. വേല സ്ഥലങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ജയിൽവാസം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കട്ടെ. പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരെ സമർപ്പിക്കട്ടെ. സ്വർഗം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. കർത്താവിൻ്റെ വേല തീഷ്ണതയോടെ ചെയ്യാൻ സഹായിക്കണം. ഭരണകർത്താക്കൾക്കായി സ്തോത്രം. എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണം. ഏറിയ ദൈവകൃപയിലും വിശ്വസ്തതയിലും എല്ലാം ചെയ്തിരപ്പാൻ കൃപ കൊടുത്താട്ടെ. ദേശമെങ്ങും നടക്കുന്ന എല്ലാ സുവിശേഷ വേലകൾക്കായി സ്തോത്രം. എല്ലാ കൺവെൻഷനുകൾക്കായി സ്തോത്രം സ്തോത്രം. ഓരോ ആരാധനയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിന്മേൽ കരുണ കാണിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ മേൽ കരുണ കാണിക്കണം. അനർത്ഥങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരി, ജലപ്രളയത്തിൽ നിന്ന് ആമേൻ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ കരുണ ഇറങ്ങണം. ഞങ്ങളുടെ രാജ്യങ്ങളുടെ മേൽ കരുണ ഇറങ്ങുമാറാകണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ അനുഗ്രഹം തന്നാട്ടെ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിച്ചാട്ടെ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.